പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം നൽകി ദൈവത്തിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നിങ്ങൾ നേരിടുന്ന എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ നിങ്ങളെ ഉയർത്താൻ ശക്തനായ കർത്താവ് ഇന്നും ഉയർത്തെഴുതിട്ട് ജീവിക്കുന്നു. എല്ലാ മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരേ ഒരു കർത്താവിൻ്റെ കല്ലറ മാത്രമാണ് ഇന്നും തുറക്കപ്പെട്ട നിലയിലിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, അവൻ അടക്കപ്പെട്ടവരുടെ മുന്നിൽ മധ്യത്തിൽ നിന്നും ഉയർത്തെന്നിട്ട് നമുക്കായി ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്യാൻ നമുക്ക് നല്ലൊരു പിതാവ് ഇന്ന് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരിടുന്ന എത്ര വലിയ പ്രതികൂലമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ, അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട് എന്നത് നിശ്ചയമാണ്. ഒരു താഴ്ച ഉണ്ടെങ്കിൽ അതിനൊരു കയറ്റമുണ്ട്. അത് പ്രകൃതി നിയമമാണ്. എങ്കിൽ ആ നിയമം നമുക്കും ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കുന്ന താഴ്ചകൾ മാത്രമല്ല പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. അത് നിശ്ചയമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി മടുത്തോ, മറ്റുള്ളവരുടെ മുമ്പിൽ തല വണക്കി മടുത്തോ, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് കൈ കൂപ്പിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് തല വണക്കിക്കുക. മറ്റൊരാളുടെ മുമ്പിലും കൈ നീട്ടാനും മറ്റൊരാളുടെ മുമ്പിൽ തല വണക്കാനും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇടവരുത്തത്തില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം തന്ന് കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എത്ര വലിയ പ്രതികൂലമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ, ആരാലും മാറ്റാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനെ മാറ്റാൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ചാരയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ കർത്താവിനൊന്ന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ നേരിടുന്ന എത്ര വലിയ പ്രതികൂലമായാലും ആ എല്ലാം കർത്താവിനൊന്ന് വിട്ടുകൊടുത്തേ. ഇനി ഞാൻ ചെയ്ത് മടുത്തു കർത്താവേ, ഞാൻ പലരുടെ മുമ്പിൽ കൈ നീട്ടി മടുത്തു കർത്താവേ, പലരുടെയും സഹായം തേടി ഞാൻ മടുത്തു കർത്താവേ, ഇതാ ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ പ്രശ്നങ്ങളെ എന്നൊന്ന് കർത്താവിൻ്റെ മുൻപിൽ 100% ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുത്തേ. ഉറപ്പായി നിങ്ങൾ വിടുതൽ കാണുമെന്നത് നിശ്ചയം തന്നെയാണ്. നിങ്ങൾ പല പാസ്റ്റർമാരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് മടുത്തോ, പല ചർച്ചകളിൽ പോയി പ്രാർത്ഥിച്ച് മടുത്തോ, എല്ലായിടത്തും പോയി നിങ്ങൾ പല പല ദൂതുകൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ വിടുതലുണ്ടാകും, നിങ്ങൾക്ക് മക്കളുടെ ഉയർച്ചയുണ്ടാകും, സാമ്പത്തികമായി വലിയ അനുഗ്രഹമുണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ട് മടുത്തോ? എങ്കിൽ നിങ്ങൾക്കായി ഒരു വചനമുണ്ട് പ്രിയമുള്ളവരെ. എസെക്കിയേൽ പ്രവചനം 12:28 പറയുന്നു, എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും. അതേ പ്രിയമുള്ളവരെ, കർത്താവ് എന്തെങ്കിലും പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാകാൻ സമയമായി. അത് ഇന്ന് നിവൃത്തിയാക്കപ്പെടും പ്രിയമുള്ളവരെ. നിങ്ങൾ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങളുടെ പ്രശ്നത്തിന് മാറ്റമുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമുണ്ട്, സാമ്പത്തികമായി വലിയ വിടുതലുണ്ട് എന്ന് നിങ്ങൾ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ നടന്നിട്ടില്ലേ? എങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. അത് ഉറപ്പിക്കാനാണ് കർത്താവെന്ന് നിങ്ങൾക്ക് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും. അതേ പ്രിയമുള്ളവരെ, കർത്താവ് പ്രസ്താവിച്ച വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകാൻ പോകുന്നു. നിങ്ങൾ തനിച്ചാക്കത്തില്ലെന്ന് പറഞ്ഞത് കർത്താവാണ്, ആ വചനം നിവൃത്തിയാക്കാൻ പോകുന്നു. ആരാലും നിങ്ങൾ തള്ളപ്പെടത്തില്ലെന്ന് പറഞ്ഞത് കർത്താവാണ്, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞത് കർത്താവാണ്. എങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നിങ്ങളെ ചാരെ പിടിക്കാൻ ഒരു കർത്താവ് ഇന്നും ജീവനോടെയുണ്ട്. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുമെന്ന് പറഞ്ഞത് കർത്താവാണ്. എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും. അവൻ്റെ അടിപ്പണരാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞത് കർത്താവാണ്. എങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും നിശ്ചയം. എന്തൊക്കെ മാറിയാലും മാറാത്ത ഈ വചനം നിങ്ങൾക്ക് സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതൊക്കെ അവസ്ഥകൾ കൂടി കടന്നു പോകുന്നു, എത്ര മാരകമായ അസുഖങ്ങൾ നിങ്ങളെ പിടിച്ചു മുറുക്കുന്നു, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്കിനി ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഉണ്ട്. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സത്വർത്തമാനം, കർത്താവ് തന്ന ജീവൻ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അത് കർത്താവിന് മാത്രം അവകാശമുള്ളതാണ്. ഈ ഭൂമിയിൽ കർത്താവ് നിങ്ങളെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് കർത്താവ് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ അതിന് നിങ്ങൾ നിറവേറ്റേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ മറന്ന് നിങ്ങൾ മരണത്തെ വരിക്കാൻ പാടില്ല. ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ദിവസങ്ങളിൽ അത്ഭുതത്താൽ കർത്താവ് നിറയ്ക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെ അപമാനിതരായോ അവിടെ മാനിച്ചുയർത്താൻ, എവിടെ തല കുനിക്കപ്പെട്ടോ അവിടെ തല ഉയർത്തുവാൻ, എവിടെ രോഗത്താൽ വലയപ്പെട്ടോ അവിടെ നിങ്ങളുടെ സൗഖ്യമാക്കുവാൻ ഇന്ന് കർത്താവ് നിങ്ങളുടെ ചാരയുണ്ട്. നിങ്ങൾ ഇന്ന് കർത്താവിന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും, അവൻ നിങ്ങളെ താങ്ങുക തന്നെ ചെയ്യും, അവൻ നിങ്ങളെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ ഈ പ്രിയ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് നേരിടുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കർത്താവെ അങ്ങ് വ്യക്തമായി അവിടെ നിന്ന് അറിയുന്നുവല്ലോ കർത്താവ്. എന്നെ കേൾക്കുന്ന ഈ ഓരോ മക്കളുടെ ജീവിതത്തിൽ അപ്പോൾ ഈ പ്രാർത്ഥന, ഈ സന്ദേശമോടുന്നൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. അപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഒരു കർത്താവ്, വലിയൊരു കർത്താവെ, ഒരു മാറ്റമോടുന്ന് സംഭവിക്കട്ടെ കർത്താവ്. ഇന്ന് വരെ മക്കളുടെ ജീവിതത്തിലൊന്ന് സന്തോഷമില്ലേ കർത്താവ്, ഒരു സമാധാനമില്ലേ, സ്വസ്ഥതയില്ലേ? അങ്ങനെ ഇരിക്കുന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. ഈ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവട്ടെ, അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവമേ, രോഗബന്ധനങ്ങൾ അവിടെ നഴിഞ്ഞു മാറട്ടെ. അപ്പം ദൈവമേ, അങ്ങയുടെ കരം ഇന്ന് മക്കളെ തൊടണം കർത്താവെ. അപ്പം ഇവർ നേരിടുന്ന പ്രതിസന്ധികളുടെ മേൽ ഇവരുടെ വലിയൊരു അനുഗ്രഹം ഇവരൊന്ന് നേരിട്ടെ കർത്താവെ. അപ്പം ആ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ആ തലമുറ ഇവിടെ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട കർത്താവെ. അപ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, തലമുറകൾക്ക് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം സംഭവിക്കട്ടെ. ദൈവമേ, രോഗബന്ധനങ്ങൾ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു മാറട്ടെ കർത്താവെ. അങ്ങയുടെ കരം ഈ മക്കളെ അവിടെ നിന്ന് തൊടുന്നതിനായി നന്ദി അപ്പം. ദൈവമേ, നിൻ്റെ സന്തോഷവും സമാധാനവും കർത്താവെ ഈ പ്രിയ ജനത്തിൻ്റെ മേലവിടെ നിന്ന് തൊടുന്നതിനായി സ്തോത്രം കർത്താവെ. ആരൊക്കെയോ തീവ്രമായ തലവേദനയാൽ എന്നെ കേൾക്കുന്ന ആരൊക്കെയുണ്ട്. സാധാരണ ഒരു തലവേദനയല്ല ഇത്, മരുന്നുകൾ കഴിച്ച് മടുത്തു, എന്ത് ചെയ്താലും എന്ത് എടുത്താലും എപ്പോഴും തലവേദനയാൽ എന്നെ കേൾക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. എപ്പോഴും തലവേദന കൊണ്ട് ഒന്ന് സ്വസ്ഥമായി ഒന്ന് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ വേദന ഇങ്ങനെ അസഹ്യമായ വേദന. സാധാരണ ഒരു വന്നു പോകുന്ന തലവേദനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അസഹ്യമായ ഒരു തലവേദനയാൽ എന്നെ കേൾക്കുന്ന ആരോ, എന്നെ കേൾക്കുന്ന ആ വ്യക്തി ആരായിരുന്നാലും ഇന്ന് നിങ്ങൾക്ക് വിടുതലുണ്ട്. ആ തലവേദന ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ശരീരത്തിൽ നിന്നും അവിടെ നിന്ന് ഇറങ്ങി മാറാൻ യേശുവിൻ്റെ നാമത്തിലൂടെ കൽപ്പിക്കുന്നു കർത്താവേ. ഇന്നവരെ തൊടുന്നതിനായി നന്ദി, ഇന്നവരെ വിടുവിക്കുന്നതിനായി നന്ദിയപ്പ കർത്താവ്. ഈ പ്രിയ ജനമോടുന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവ്. ഈ പ്രിയ ജനമോടുന്ന് സ്വസ്ഥത പ്രാപിക്കട്ടെ കർത്താവ്. ഈ പ്രിയ ജനമോടുന്ന് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹമായി മാറട്ടെ കർത്താവ്. ഇവരുടെ ജീവിതമോടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമപ്പ. ദൈവമേ, മറ്റുള്ളവർ അസൂയപ്പെടുമാറി മക്കളുടെ ജീവിതമോടുന്ന് അനുഗ്രഹമായി തീർക്കണം. എല്ലാ നന്മകളാലും ഇവിടുന്ന് അനുഗ്രഹിക്കുന്നപ്പ. ദൈവമേ, ഇവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാവശ്യം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മളെ കിട്ടുന്നതായിരിക്കും. നമ്മളോട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം. മാത്രമല്ല, കമൻറ്റായി നിങ്ങളുടെ വിഷയങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ കർത്താവ് എല്ലാവരെയും ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.